ഇടുക്കി മൂന്നാറിൽ ഇനി 24 മണിക്കൂറും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം. വിനോദസഞ്ചാര മേഖലയിൽ ചില ആക്രമണ സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമായി ഉണ്ടായ ചില സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ പുതിയ തീരുമാനങ്ങൾ. സഞ്ചാരികളെ മർദ്ദിച്ച പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ആക്രമിച്ചാൽ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും 24 മണിക്കൂറും മൂന്നാറിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഷാഡോ പോലീസിന്റെ സേവനം ലഭ്യമാക്കുമെന്നും മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു. 24 അവേഴ്സ് ലഭ്യമാകുന്ന രീതിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി ക്രമീകരിച്ച് 24 അവേഴ്സ് ലഭ്യമാകുന്ന രീതിയിൽ വിസിബിൾ പോലീസിംഗും അതുപോലെ തന്നെ ഷാഡോ പോലീസിനെ കൂടി മഫ്റ്റിയിൽ ഡിപ്ലോയ് ചെയ്ത് തിരക്കുള്ള സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്ത് ഇത് നിരീക്ഷിച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കും. ഗൈഡുമാരോ ഡ്രൈവർമാരോ സഞ്ചാരികളെ ഉപദ്രവിച്ചാൽ ഗൈഡുമാരെ ഈ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ഡ്രൈവർമാരുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്നതിനും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വഴി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഒരിക്കലും ഒരാൾ ഗൈഡാണെങ്കിൽ അയാളെ കേസിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ പെർമനന്റ് ആയിട്ട് ഗൈഡ് സമ്പ്രദായത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി വഴി ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ആക്രമണത്തിൽ വസ്തുക്കൾക്കോ ഏതെങ്കിലും വാഹനങ്ങൾക്കോ കേടുപാടുകൾ ഉണ്ടായെങ്കിൽ അയാളുടെ റവന്യൂ റിക്കവറി ചെയ്യാനുള്ള നടപടികൾക്ക് ഡാമേജ് ഈടാക്കാനുള്ള നടപടികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് അത് ചെയ്യും. നടപടികൾക്ക് മുന്നോടിയായി വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ബോധവൽക്കരണം നൽകും. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ഇടുക്കി.